അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമസ്ത 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചു ഇസ്ലാമിൽ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഹറാമായിരിക്കും, ഹലാലായിരിക്കും, വാജിബായിരിക്കും, സുന്നത്തായിരിക്കും, കറാഹത്തായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? നിസ്കരിക്കുകയാണ്. എന്താ? ഫർളാണ്. നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും. ഇതെന്താണ്? ഫർളിൽ തന്നെ മറ്റുള്ള ഒരു വിഭാഗമാണ് എന്ത്? ഫർള് കിഫായായ മയ്യത്ത് നിസ്കാരമാണ്. ഇത് ഫർള് ഐൻ എന്ന് പറയും. ഫർളിൽ 2 വിഭാഗമുണ്ട്. ഇനി ഈ ഒരു പിക്ചറിലേക്ക് ഒന്ന് നോക്കൂ. ഇതെന്താ? മദ്യല്ലേ? കള്ളല്ലേ? കള്ള് കുടിക്കൽ എന്താ? ഹറാമാണ്. ചെയ്തു കഴിഞ്ഞാൽ കുറ്റം കിട്ടും, ശിക്ഷ ലഭിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഫോട്ടോയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഈ ഫോട്ടോയിലേക്ക് ഇതെന്താ ചെയ്യുന്നത്? നിസ്കരിക്കുകയാണ്. പക്ഷെ തല മറച്ചിട്ടില്ല. തല മറിക്കാതെ നിസ്കരിച്ചാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് കറാഹത്ത് കിട്ടും. ചെയ്യാൻ പാടില്ല അങ്ങനെ. ഇനി ഇവരെന്താ ചെയ്യുന്നത്? സലാം പറയണം. സലാം പറയൽ സുന്നത്താണ്. അപ്പോൾ അവർക്ക് കൂലി കിട്ടും. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം പാദരക്ഷ, ചെരുപ്പ് ധരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? കൂലിയും കിട്ടൂല, ശിക്ഷയും കിട്ടൂല, ഒന്നും ഉണ്ടാവില്ല. അത് ഹലാൽ എന്ന് പറയും. ഇനി നമ്മളിലേക്ക് ചോദ്യോത്തരാണ് ഇന്ന് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ബുക്കിലേക്ക് നോക്കുക. 1ാമത്തെ ചോദ്യം എന്താണ്? ശർഈയായ വിധികൾ എത്ര? എന്താ ചോദ്യം? ശർഈയായ വിധികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശർഈയായ വിധി ഇത് പാഠഭാഗത്ത് എവിടെയുള്ളത് നോക്കൂ. ശർഈയായ വിധികൾ അവ 5 ആകുന്നു. അവ എന്ന് പറഞ്ഞാൽ ശർഈയായ വിധികൾ 5 ആകുന്നു. അപ്പോൾ നമ്മളെ ഉത്തരം 5. ശർഈയായ വിധികൾ എത്രയാണ്? 5. ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, ഏതെല്ലാം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ എഴുതണം. എന്ത്? വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. 5 പേര് എഴുതണം. ഇവിടെ പേര് ചോദിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? എത്ര എന്നുള്ളതിന് മാത്രം ആൻസർ എടുക്കുന്നു. ഇനി അടുത്തത്, ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതെല്ലാം? ഹലാൽ എന്ന് പറഞ്ഞ ചെരുപ്പ് ധരിക്കലാണ് നമ്മൾ ഉദാഹരണം പഠിച്ചിട്ടുള്ളത്. ആ ചെരുപ്പ് ധരിക്കലിനുള്ള മറ്റു പേരുകൾ 2 ഉണ്ട്. എത്ര എന്ന് ചോദിച്ചിട്ടില്ല, ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുബാഹ്, ജായിസ്. പാഠഭാഗത്ത് ഈ ഭാഗത്താണുള്ളത് കേട്ടോ. എന്താ പേര്? ഹലാലിനുള്ള മറ്റു പേരുകൾ മുബാഹ്, ജായിസ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ മുബാഹ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഹലാൽ തന്നെയാണ്. അല്ലെങ്കിൽ ജായിസ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആൻസർ എന്താ കൊടുക്കേണ്ടത്? ഹലാലിന് നമ്മൾ എന്താ പഠിച്ചത് അതന്നെ കൊടുത്ത്. അപ്പോൾ 3 പേരിൽ ഹലാല്, മുബാഹ്, ജായിസ്. ഹലാലിനുള്ള മറ്റു 2 പേരുകൾ മുബാഹ്, ജായിസ് എന്നാണ്. അത് കിട്ടി. ഇനി അടുത്തതിലേക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങളേവ? നമ്മൾ റെഗുലറായിട്ട് വാജിബായ ഒരു കാര്യം ചെയ്യാറുണ്ട് അല്ലേ? അതെന്താണ്? 5 വക്ത് നിസ്കാരമല്ലേ ചെയ്യാറുള്ളത്? 5 വക്ത് നിസ്കാരം നമ്മളെല്ലാവരും ചെയ്യുന്ന, റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? 5 വക്ത് നിസ്കാരം. നിസ്കാരത്തിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5 വക്ത് നിസ്കാരം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത. അതിൽ നമുക്ക് എന്ത് പറയാം? വേണമെങ്കിൽ പറയാം ളുഹർ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു. അങ്ങനെ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടും എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ 5 വക്ത് നിസ്കാരം റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, ഫർളായ പ്രവർത്തനമാണ് നിസ്കാരം എന്നുള്ളത്. അപ്പം നിങ്ങൾ 5 വക്ത് നിസ്കാരം എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ളുഹർ നിസ്കാരം, അസർ നിസ്കാരം അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സുന്നത്തിന് എത്ര പേരുകളുണ്ട്? എത്ര എന്നാ ചോദിച്ചുള്ളൂ, ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. എത്ര? 4 എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. സുന്നത്ത്, ഇവിടെ സുന്നത്ത് എന്ന് കണ്ടില്ലേ? അതിന് എത്ര പേരുണ്ട്? മന്ദൂബ്, തത്തവ്, നഫ്ല്, മുസ്തഹബ്. എത്ര പേരുകൾ? 4 പേരുകൾ. ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. എക്സാമിന് ഒരു പക്ഷേ പബ്ലിക് എക്സാമിന് നമുക്ക് ഏതെല്ലാം എന്ന് ചോദിക്കാം. അപ്പം നമുക്ക് കിട്ടണം. അപ്പം നമ്മൾ പഠിച്ചു വെക്കണം. മുസ്തഹബിനുള്ള മറ്റു പേരുകൾ മന്ദൂബ്, തത്തവ്, നഫ്ല്, മുസ്തഹബ്. ഇനി മുസ്തഹബ് എന്നാൽ എന്ത് എന്ന് ചിലപ്പോൾ ചോദിക്കും. സുന്നത്ത് എന്ന് ചോദിക്കാതെ എന്ത് ചോദിക്കും? മുസ്തഹബ്. അപ്പോഴും നമ്മൾ സുന്നത്തിൻ്റെ വിവക്ഷയാണ് എഴുതേണ്ടത് കേട്ടോ. അവിടെ നമുക്ക് മാറിപ്പോവാം, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അടുത്ത ചോദ്യം, ഫർള് എത്ര വിധമാകുന്നു? ഫർള് എത്ര വിധമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫർള് 2 വിധമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഫർള് എത്ര വിധമാണ്? ഫർള് 2 വിധമാണ്. എത്ര വിധമാണ് എന്ന് ചോദിച്ചിട്ടുള്ളൂ, ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. എത്ര വിധമാണെന്നുള്ളതിന് ആൻസർ 2. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫർള് ഐനെന്ന് എഴുതാം, അതുപോലെ തന്നെ ഫർള് കിഫായ എന്ന് എഴുതാം. ഇവിടെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആൻസർ പറയുന്നില്ല. ഇപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓരോ ഉദാഹരണം എഴുതാം. എന്താ എഴുതാണ്ട്? നമ്മൾ ഉദാഹരണമാണ് ഇത്. ഫർള് ഐനിനുള്ള ഉദാഹരണം ഇതെവിടെയാണ് ബുക്കിലുള്ളത് നോക്കല്ലേ? ഫർള് ഐനുള്ള നിസ്കാരം 5 വക്ത് നിസ്കാരം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫർള് ഐൻ നിസ്കാരം ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. അപ്പോൾ ഫർള് ഐൻ എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് എന്ന് എഴുതാം. ഇവിടെ ഉദാഹരണം മാത്രം ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 വക്ത് നിസ്കാരം. ഇദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ടില്ലേ? അതാണ് അതിൻ്റെ ആൻസർ.
ഇനി 2, ഫർള് കിഫായക്ക് നമ്മൾ ഉദാഹരണം എഴുതണം. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിവിടെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഫർള് കിഫായ രണ്ടാമത്തെ വിഭാഗമാണ് ഫർളിലുള്ള ഫർള് കിഫായ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് എഴുതണം. സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാവുകയും എല്ലാവരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അതായത് ഒരാളും ചെയ്തിട്ടില്ലെങ്കിൽ, ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ഒരാൾ ചെയ്താൽ എല്ലാവരിൽ നിന്നും കുറ്റം ഒഴിവാകും. ആരും ചെയ്തില്ല, ഒരാൾ പോലും ചെയ്തില്ല, അപ്പം എന്ത് സംഭവിക്കും? എല്ലാവരും, ആ നാട്ടിലുള്ള എല്ലാവരും കുറ്റക്കാരാവും. ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഉദാഹരണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മയ്യത്ത് നിസ്കാരം കണ്ടില്ല, മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫോട്ടോ കണ്ടില്ലേ? മയ്യത്ത് നിസ്കാരം എന്താണ്? ഫർള് ഐനാണ്. ഫർള് ഐനിനുള്ള ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, മുസ്തഹബ്. മുസ്തഹബിന് ഒരു ഉദാഹരണം. മുസ്തഹബ് എന്ന് പറഞ്ഞ സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ സുന്നത്തിലേക്ക് പോയാൽ മതി. സുന്നത്തിന് വിവിധ പേരുകളുണ്ട്, കണ്ടില്ലേ? മുസ്തഹബ് 4ാമത്തെ പേരായിട്ട് കൊടുത്തിട്ടുള്ള മുസ്തഹബ്. എന്താണ് ഉദാഹരണം നമുക്ക് പറഞ്ഞിട്ടുള്ളത്? മുസ്തഹബിന് സലാം പറയുക എന്നല്ലേ? സലാം പറയണ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സലാം പറയല്ല, ഇവിടെ ഫോട്ടോയിലുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ഇനി ജായിസ്. ജായിസ് ഒന്ന് നോക്കി. ജായിസ് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ജായിസാണ്. ഹലാൽ എന്നാണ്. ഹലാലിനുള്ള മറ്റൊരു പേരാണ് എന്ത്? ജായിസ്. ജായിസിനുള്ള ഉദാഹരണം എന്താണ്? ചെരുപ്പ് ധരിക്കുക. ഇവിടെ കൊടുത്തിട്ട് നല്ല ചെരുപ്പ് ധരിക്കുക. ചെരുപ്പ് ധരിക്കൽ ജായിസാണ്. ജായിസിനുള്ള ഉദാഹരണമാണ്. ഇനി അടുത്തത് നമുക്ക് ജായിസിനുള്ള കറാഹത്തിനൊക്കെയുള്ള ഉദാഹരണം. കറാഹത്തിനൊക്കെയുള്ള ഉദാഹരണം നമ്മൾ കറാഹത്ത് എന്നാൽ എന്തെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറാഹത്തിനുള്ള ഉദാഹരണം, നിസ്കാരത്തിൽ തല തുറന്നിടുക. ഇദ്ദേഹം കാണുന്നുണ്ടില്ലേ? തല തുറന്നിട്ടിരിക്കുന്നു അദ്ദേഹം. കറാഹത്താണ്. കറാഹത്താണ് നിസ്കാരത്തിൽ തല തുറന്നിടുക എന്നുള്ളത് കറാഹത്താണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വ്യക്തമാക്കണം, നമ്മൾ വിശദീകരിക്കണം. എന്താണെന്ന് വിശദീകരിക്കണം, വ്യക്തമാക്കുക. വാജിബ്. വാജിബ് എന്നാൽ എന്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാം. ഇവിടെ വ്യക്തമാക്കുക എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യം. വാജിബ് എന്നാൽ എന്ത്? നമ്മൾ ഒന്നാമത് പഠിച്ചത് വാജിബാണ് അല്ലേ? വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുമുള്ളത്. എന്താണ്? ചെയ്ത് എന്നാൽ നമുക്ക് കൂലി കിട്ടും, ഒഴിവാക്കിയാൽ ശിക്ഷ ലഭിക്കും. ഇദ്ദേഹം കാണിക്കുന്നുണ്ടല്ലോ, നിസ്കരിച്ചു. ഒരാൾ നിസ്കരിച്ചില്ല, അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കും. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും? കൂലി ലഭിക്കും. ഇദ്ദേഹത്തിന് എന്ത് കിട്ടും? കൂലി കിട്ടും. അതാണ് വാജിബാണ്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരം വാജിബാണെന്ന് പറഞ്ഞത്. കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. കൃത്യമായി എഴുതുക കേട്ടോ പുസ്തകത്തിൽ. രണ്ടാമത്തെ കറാഹത്ത് എന്നുള്ളത്. കറാഹത്തിന് നമ്മൾ വിശദീകരിക്കാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറാഹത്ത് എന്നാൽ എന്ത്? ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ചെയ്താൽ ശിക്ഷയില്ല, ചെയ്താൽ ശിക്ഷയില്ല. ഇപ്പോൾ ഒരാൾ ഇദ്ദേഹം നിസ്കരിച്ചു, എങ്ങനെ? ഇദ്ദേഹം എന്ത് ചെയ്തു? തല മറക്കാതെ നിസ്കരിച്ചു. അദ്ദേഹം ശിക്ഷ ഉണ്ടോ? ശിക്ഷയില്ല കേട്ടോ. അദ്ദേഹം തല മറക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂലി കിട്ടിയിരുന്നു. അദ്ദേഹത്തിന് എന്ത് കിട്ടിയിരുന്നു? തല മറക്കുകയാണെങ്കിൽ കൂലി കിട്ടിയിരുന്നു. അടുത്തത് നമ്മൾ സുന്നത്തിനെ വിശദീകരിക്കാനാണ് പറഞ്ഞത്. സുന്നത്ത് എന്നാൽ എന്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്താൽ കൂലി ഉണ്ടാവും, ഒഴിവാക്കിയാൽ ശിക്ഷയില്ല. ഇവിടെതാ സുന്നത്ത് ചെയ്യുന്നവർ സലാം പറയുന്നു. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം. അപ്പം എന്ത് ചെയ്തു? ചെയ്താൽ കൂലിയുണ്ട്, സലാം പറഞ്ഞാൽ കൂലി കിട്ടും. ഇനി ഒഴിവാക്കി ഒരാൾ സലാം പറഞ്ഞില്ല, ശിക്ഷ കിട്ടുമോ? ഇല്ല കേട്ടോ. ശിക്ഷ കിട്ടുമോ? ഇല്ല. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് യോജിച്ച കള്ളിയിൽ എഴുതുക. ഇവിടെ കുറെ കള്ളി കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറെ ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോജിച്ച കള്ളിയിൽ എഴുതുക. വാജിബ്, സുന്നത്ത്, ഹറാം, മുബാഹ്. വാജിബ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വാജിബിന് ഇവിടെയുള്ള ഏതാണ് മാച്ച് ആവുക? വാജിബിന് നമുക്ക് മാച്ച് ആവുക സക്കാത്ത് എന്നാണ്. സക്കാത്ത് കൊടുക്കൽ വാജിബാണ്. എന്താണ്? സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നമ്മളടുത്ത് നല്ല പൈസ ഉണ്ട്, അപ്പോൾ അതിൻ്റെ നിശ്ചിത ശതമാനം സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അത് നിർബന്ധമാണ്. ഇനി സുന്നത്തിന് നമുക്കൊരു ഉദാഹരണം. സുന്നത്തിനൊരു ഉദാഹരണം പെരുന്നാൾ നിസ്കാരം. എന്താണ് സുന്നത്തിനൊരു ഉദാഹരണം? പെരുന്നാൾ നിസ്കാരം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1, 2, 3, 4, 5, 6 ഉദാഹരണങ്ങൾ, 6 ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോൾ എത്ര ഉള്ളൂ? 4 1, 2, 3, 4 4 അപ്പോൾ ഈ സുന്നത്തിന് 2 ആൻസർ ഉണ്ട്. ഒന്ന് പെരുന്നാൾ നിസ്കാരം, ഖുർആനോദ്. ഒരാൾ ഖുർആനോദി, സുന്നത്താണ്. ഖുർആനോദൽ എന്താണ്? സുന്നത്താണ്. അപ്പോൾ ഖുർആനോദലും ഇതിൻ്റെ ഉദാഹരണമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എഴുതണം കേട്ടോ. ഇനി അടുത്തത് ഹറാമിന് കളവ് പറയാം. ഒരു എക്സാമ്പിളാണ് എന്ത്? കളവ് പറയൽ. അത് ഹറാമാണ്. കളവ് പറയൽ എന്താണ്? ഹറാം. കളവ് പറയാൻ പാടില്ല. ഇനി മറ്റൊരു ഉദാഹരണമുണ്ട്. വുളു ഇല്ലാതെ സുജൂദ് ചെയ്തു. ഒരാൾ എന്ത് ചെയ്തു? വുളു എടുക്കാതെ സുജൂദ് ചെയ്തു. എന്താണ്? ഹറാമാണ്. വുളു എടുത്തില്ല, സുജൂദ് ചെയ്തു. അങ്ങനെ ചെയ്യൽ ഹറാമാണ്. ഹറാമിന് 2 ഉദാഹരണം, അതുപോലെ തന്നെ സുന്നത്തിന് 2 ഉദാഹരണം.
ഇനി മുബാഹിനൊരു ഉദാഹരണം നല്ല വസ്ത്രം ധരിക്കൽ. മുബാഹിന് ഒരൊറ്റ ഉദാഹരണം നല്ല വസ്ത്രം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ എഴുതണം. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.